ഇന്ന് നമുക്ക് നല്ല കിടിലൻ മാംഗോ കസ്റ്റർഡ് പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് പാലിലോട്ട് ഒരു 1/4 കപ്പ് വരെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്, അതായത് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ട്രേയിലോട്ട് ബ്രെഡ് ഇതുപോലെ നിരത്തി കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ബ്രെഡ് നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മാങ്ങയാണ്. അതൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മാംഗോ പ്യൂരി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സോസ് പാനിലോട്ട് 1 കപ്പ് പാലെടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് വരെ കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മുടെ മാംഗോ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടാതെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ട് നല്ല തിക്കാക്കിയിട്ട് എടുക്കണം. ഇങ്ങനെ തിക്കായിട്ട് വരുന്ന സമയത്ത് ഇതെടുത്തിട്ട് ഇത് നമ്മുടെ ബ്രെഡിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് റൂം ടെമ്പറേച്ചറിലായി കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത നമ്മുടെ വിപ്ഡ് ക്രീം ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് നിരത്തി കൊടുത്ത് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാംഗോ ക്രഷും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, ക്രഷ് അല്ലെങ്കിൽ ജാം അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്രഷ് മാംഗോ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പിസ്താഷ്യോ നുറുക്കിയതും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ വരെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. 3-4 മണിക്കൂറിന് ശേഷം നമ്മുടെ മാംഗോ പുഡിംഗ് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്